നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല നിയമലംഘനങ്ങളും പലരും കണ്ടാലും അത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് രീതി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഈ നിയമലംഘനം കാട്ടുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ എന്നറിയില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അവരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നടന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞതിന് പോലും ആക്രമിക്കാൻ എത്തിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും സ്വന്തം തടി കേടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം നിയമലംഘനങ്ങൾ കാട്ടുന്നവർക്കെതിരെ പരസ്യമായി തന്നെ പ്രതികരണവുമായി എത്തുന്ന വളരെ അപൂർവം പേരെങ്കിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു മുത്തശ്ശിയാണ് ഇന്നലെ ഇന്നുമൊക്കെയായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരമായി മാറിയിരിക്കുന്നത്. കോഴിക്കോട് ചാലപ്പുറം സ്വദേശിനിയായ പ്രഭാവതി അമ്മയാണ് ഈ താരം. കഴിഞ്ഞ ദിവസം ഇവരെക്കുറിച്ച് പുറത്തു വന്ന ഒരു സമൂഹമാധ്യമ വീഡിയോയാണ് അവരെ വലിയൊരു താരമാക്കി മാറ്റിയത്. പ്രഭാവതി അമ്മ കോഴിക്കോട്ടെ തേഞ്ഞിപ്പലത്തുള്ള ഒരു ഫുട്പാത്തിലൂടെ നടന്നു വരികയായിരുന്നു. ട്രാഫിക് തിരക്ക് കൂടിയ സമയമായതുകൊണ്ട് ഒരാൾ സ്കൂട്ടറിൽ നേരെ ഫുട്പാത്തിലൂടെ കടന്നു വന്നു. ഇയാൾ പ്രഭാവതി അമ്മയോട് നിങ്ങൾ മാറി നിൽക്കണം, എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ആളുകൾക്ക് നടക്കാനുള്ള വഴിയാണ്, നിങ്ങൾക്ക് സ്കൂട്ടർ ഓടിക്കാനുള്ളതല്ല എന്ന് വ്യക്തമായി പറയുകയും വണ്ടി മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇയാൾ ആദ്യം തർക്കിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ അയാൾക്ക് പിന്മാറേണ്ടി വന്നു. ഏതായാലും ഇത് കണ്ടുനിന്ന ആരോ ഇത് മൊബൈൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് വലിയ തോതിലുള്ള പ്രതികരണമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. സമൂഹ മാധ്യമങ്ങൾ കണ്ട ഇവരെക്കുറിച്ച് പലരും അന്വേഷിക്കാൻ തുടങ്ങി. ഇതാരാണെന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് കോഴിക്കോട്ടെ പഴയ കാലത്തെ വലിയൊരു ഫുട്ബോൾ കളിക്കാരിയും അതല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയും പൊതുപ്രവർത്തകയൊക്കെ ആയിരുന്ന പ്രഭാവതി അമ്മയായിരുന്നു ഈ മുത്തശ്ശി എന്ന്. ജീവിതത്തിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അവരുടെ ഒരു ശീലമായി തന്നെ തുടരുകയായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഫുട്പാത്തിലൂടെ ബൈക്കോടിച്ച ഒരാളെ പ്രഭാവതി അമ്മ ചോദ്യം ചെയ്തപ്പോൾ അയാൾ അവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ പ്രഭാവതി അമ്മ ഈ തല്ലുകൊണ്ട് വീട്ടിൽ പോകാൻ തയ്യാറായിരുന്നില്ല. അവർ നേരെ പോലീസിൽ പരാതി നൽകുകയും ഈ ആക്രമിച്ച ആളെ വിളിച്ചു വരുത്തി പോലീസ് താക്കീത് ചെയ്ത് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് ചെറുപ്പത്തിൽ അവർ ഫുട്ബോൾ താരമായിരുന്നു. 1970-കളിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനവും അവർ സജീവമായിട്ട് ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയായിരുന്നു. ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പ്രഭാവതി അമ്മയെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. പക്ഷേ അപ്പോഴും പ്രഭാവതി അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഈ അഭിനന്ദനമൊക്കെ നല്ലതായിരുന്നു തന്നെ, പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ നിങ്ങൾ നിർബന്ധമായി ഒഴിവാക്കണമെന്നാണ്. കാരണം ഫുട്പാത്തിലൂടെ വാഹനം ഓടിക്കുന്നത് എപ്പോഴും സ്ഥിരം പതിവാണ്. ടൂ വീലറുകൾ മരണവേഗത്തിലാണ് പലപ്പോഴും ഈ ഫുട്പാത്തിലൂടെ കടന്നു വരാറുള്ളത്. പലരും ഈ വാഹനങ്ങളുടെ ഇടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമായ സംഭവങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരിക്കുകയും നമ്മുടെ ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകൾ ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ മാറിയെന്ന് അവർക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ കാണാറുള്ള രീതി. മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രഭാവതി അമ്മയുടെ വീട്ടിലെത്തി അവരെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠം നൽകുകയാണ് പ്രഭാവതി അമ്മ ഇതിലൂടെ. നടനും സംവിധായകനും എഴുത്തുകാരനുമൊക്കെയായ ജോയ് മാത്യുവും തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പ്രഭാവതി അമ്മയെ അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. പ്രഭാവതി അമ്മയെ നന്നായിട്ട് അറിയാം. തൻ്റെ ചെറുപ്പകാലത്തൊക്കെ പ്രഭാവതി അമ്മ വളരെ ധൃതി പിടിച്ച് നടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഫുട്പാത്തിലൂടെ. ഇതാരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രഭാവതി അമ്മ ആ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകയാണ്, സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളുമൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് എന്നും അവരുടെ പഴയ കാലത്തെ അവരെ ഫുട്ബോൾ താരമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. ഏതായാലും ജോയ് മാത്യുവും പ്രഭാവതി അമ്മ അവരുടെ ഈ പ്രതികരണ ശേഷിയിൽ ഇപ്പോൾ അഭിനന്ദിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുകയാണ്. ഇന്നും നമ്മുടെ നാട്ടിലെ പല മുതിർന്ന ആളുകളും ഇത്തരത്തിൽ അനീതി കണ്ടാൽ എതിർക്കുകയും പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ അവരിൽ പലർക്കും ഇപ്പോൾ സംഭവിക്കാറുള്ളത് ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരെ പുച്ഛത്തോടെ കാണുകയും അതല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഭയന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും തന്നെ തയ്യാറാകാതെ പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ട്രാഫിക് സംവിധാനമൊക്കെ ഇത്രയും ഫലപ്രദമായി പ്രവർത്തിച്ചിട്ട് പോലും ഈ ഫുട്പാത്തിലൂടെ വാഹനം ഓടിക്കുന്നത് തടയാൻ ഇനിയും ആരും കർശന നിലപാട് സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ നടന്നു പോകുന്ന വ്യക്തിയെ എപ്പോഴും ഒരു മോശക്കാരനെ കാണാനാണ് വാഹനത്തിരിക്കുന്ന ആളുകൾക്ക് താല്പര്യം എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. വഴിയെ നടന്നു പോകുന്ന ഒരാൾക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിലോ അതിന് സിബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പോലും ഓരോ വാഹനങ്ങളും അവിടെ ഒന്ന് വാഹനം സ്ലോ ചെയ്യുക പോലും ചെയ്യാതെ ഈ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിയെ ചീത്ത വിളിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ചിലർ കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ പ്രഭാവതി അമ്മ ഒരു മാതൃകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ വർദ്ധിച്ചു വരുന്ന ഈ അനീതികളോടുള്ള മുഖം മാറ്റി വയ്ക്കൽ പരിപാടി അവസാനിപ്പിക്കാൻ ഇതൊരു നാന്ദിയാകും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും ഈ പ്രഭാവതി അമ്മ എന്ന 75 വയസ്സുകാരി ആളൊരു പെൺപുലി തന്നെയാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത്. അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാളിനെ
നിയമം ലംഘിച്ച് അയാൾ ബൈക്ക് ഫുട്പാത്തിൽ ഓടിക്കുമ്പോൾ തടഞ്ഞു നിർത്തി വന്ന വഴിയെ തിരികെ ഓടിച്ചു, അല്ലെങ്കിൽ കണ്ടം വഴി ഓടിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്ത പ്രഭാവതി അമ്മ തന്നെയാണ് ഇന്നത്തെ താരം.